ഇവൻ്റെ ഒരു വാക്കും വിശ്വസിക്കാൻ പറ്റൂല. ഒരു വാക്കും വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അവസരത്തിനനുസരിച്ച് ഓന്തും കൂടി ഇവൻ്റെ മാതിരി കളർ മാറുന്ന വെച്ച് തോന്നുന്നില്ല. ഓന്ത് സാധാരണ ഒരു കളർ മാറുന്ന ജീവിയാത്ര. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ ആളുകളെ കാണുന്നതിനനുസരിച്ച് പാറം വരുന്ന പാറൻ്റെ കളറാവും, പച്ചലം വരുന്ന പച്ചലൻ്റെ കളറാവും. ഇനി ചോപ്പ് വല്ല തുണി വിരിച്ചിക്കണിച്ച് അതിൽ പോയിരിക്കുകയെന്ന് വെച്ചാൽ ചോപ്പ് കളറാവും, മണ്ണിലായിരിക്കണ വെച്ചാൽ മണ്ണും കളറാവും, എവിടെ ഇരിക്കണ വെച്ചാൽ അവിടുത്തെ ചാണകത്തിൻ്റെ മുകളിൽ വെച്ചാൽ ചാണകം കളറാവും. ഇനി ഒരു പോത്തിൻ്റെ മുകളിലാണോ കയറി കഴിഞ്ഞാൽ പോത്തിൻ്റെ കളറാവും, പശുവിൻ്റെ മേത്ത് കയറി കഴിഞ്ഞാൽ പശുവിൻ്റെ കളറാവും. ചുരുക്കത്തിൽ ഓന്ത് എവിടെ കയറിയാലും ആ കയറിയോടത്തുള്ള ആ കളറാണാവും. ഓന്ത് കളറിന് മാറും, അവിടുത്തെ ആളാവും ഓന്ത്. ആ ഓന്തും കൂടി കളർ മാറില്ല, പെട്ടെന്ന് മാറില്ല, കുറച്ച് ഇങ്ങനെ 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 അഡ്ജസ്റ്റ് ചെയ്തിട്ടേ മാറുള്ളൂ. പക്ഷെ ഓന്തിനേക്കാൾ സ്പീഡിൽ കളർ മാറുന്ന ഒരു ജീവിയാണ് ആര്? നൗഷാദ്. ഓന്തിനേക്കാൾ സ്പീഡിൽ കളർ മാറും. ഓന്തിനൊക്കെ തോൽപ്പിക്കും നൗഷാദ്. കൂട്ടരെ വല്ലാത്തൊരു സാധനം തന്നെ ഈ സാധനം കേട്ടോ. ഓ പെട്ടെന്ന് കളർ മാറും. വെറുതെ പറയല്ല. ഇപ്പോൾ കള്ളത്തൊരീക്കത്തുകാരുണ്ട് എന്നും കള്ളത്തൊരീക്കത്തുകാരെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിഫ്രി തങ്ങളെ പറയണപ്പോൾ എന്തിനാറിയോ, ഒന്ന് ചേക്കേറാൻ വേണ്ടി നോക്കുകയാണ്. അതിനവിടുത്തെ കുട്ടികളെ അയക്കൂല, അതിനവിടെ സജറിൻ്റെ കുട്ടികളെ അയക്കൂല. അത് ഓലൊക്കെ അന്നം തിന്നണോല, അതുകൊണ്ട് എങ്ങനെയായാലും അയക്കൂല. അന്നം കണ്ട് പടി ചവിട്ടാൻ അയക്കൂല. അത് പണ്ടെന്നെ ചെറുശ്ശേരിനെ പറ്റിച്ച ആളാണ്. പണ്ടെന്നെ ചെറുശ്ശേരി ഉസ്താനെ പറ്റിച്ച ആളാണ്. പട്ടിക്കാടി എന്നുകാണ്ട് കജ്ജൊക്കെ മുത്തിക്കാണ്ട് അതിലൊരു ശിയാബദ്ധങ്ങളെ കജ്ജും കാലൊക്കെ മുത്തിക്കാണ്ട് പിന്നെ എന്നിട്ട് പുറത്തോട്ടിറങ്ങിയാണ്ട് നേരെ ഈ ഹൗസിന് ചെന്നുകാണ്ട് വേറെ പ്രസംഗിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ചെയ്യൂല. ഒരിക്കപ്പോൾ ആ വേട്ട എങ്ങനെയായാലും എന്നെ ഉണ്ടാവും. കാരണം ഓന്താണ് എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ പറയാം, കള്ളത്തെരീക്കത്തുകാരെ ഞങ്ങളും എതിർക്കുന്നുണ്ട്, കള്ളത്തെരീക്കത്തുകാരെ ഞങ്ങളും പറയുന്നുണ്ടല്ലോ. ഒന്ന് കേട്ടോക്കണേ. ഓനെന്നാണ് പറയട്ടോ ഓൻ്റെ ശൈലിയിൽ. ജിഫ്രി തങ്ങൾ പാപ്പാൻ്റെയും ശംസുലമൻ്റെ കളിപ്പുകളിൽ ഏത് ത്വരീഖത്തിൻ്റെ പേരിൽ വ്യാജന്മാർ വരും, കള്ളന്മാർ വരും, അവരെ സൂക്ഷിക്കണം എന്ന് അവരൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളും പറയുന്ന ആശയാണ്. ത്വരീഖത്തിന്റെ പേരിൽ കള്ളന്മാർ വരും, വ്യാജന്മാർ വരും, കള്ളത്വരീഖത്തിന്റെ ആൾക്കാർ വരും എന്ന് ശംസുലുലമയും ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ ആ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നുണ്ട്. അത് AP വിഭാഗമാണെങ്കിലും EK വിഭാഗമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ദക്ഷിണ കേരളയാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. സുന്നി ആശയക്കാരൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാം, അത് ഞങ്ങളും പറയുന്നുണ്ട്. എവിടെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്? ഇജെന്താ പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞത് ഓന്തിനേക്കാൾ സ്പീഡിൽ കളർ മാറിച്ചു എന്ന് പറഞ്ഞത്. രാവിലെ പ്രസംഗിച്ച പ്രസംഗം നേരെ വൈകുന്നേരം ആകുമ്പോഴത്തേനോ വാക്ക് മാറി. പിന്നെ രാവിലെ ഒന്ന് പറയാം, ഉച്ചക്കൊന്ന് പറയാം, വൈകുന്നേരം വേറൊന്ന് പറയാം. ഇവനാന്നിട്ട് വെല്ലുവിളിക്കണായിട്ട് നിങ്ങൾ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ്, നിങ്ങൾ വരും. ഇവനായിട്ടൊക്കെ സംവാദത്തിന് പോയ ഓൽക്കാ പിരാന്ത്. കാരണം എന്താ പറയുക, ഒരു സ്ഥിരതയില്ലാത്ത വർത്താനക്കാരനാണ്. ഇവനേക്കാൾ ഉഷാറായിട്ട് വർത്താനം പറയും കഞ്ചാവ് വലിച്ചോല്. ഇവനെ തീരെ സ്ഥിരതയില്ലാത്ത വർത്താനം അപ്പം പറയാം. തലി കെട്ടിക്കാണ്ട് സ്റ്റേജുമ്പോൾ കയറിക്കാണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ എന്താണ്, കള്ളത്തൊരീക്കത്തുകാരുണ്ട് ഞങ്ങളും പറയുന്നുണ്ട്. എന്നാലോ കള്ളത്തൊരീക്കത്ത് എന്ന് പറഞ്ഞൊരു ത്വരീക്കത്ത് തന്നെ ഇല്ല എന്ന് അതിൻ്റെ തലേ ദിവസം പറയുന്നത്. അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞു. അത് കേട്ടോളി. കള്ളത്തൊരീക്കത്ത് തന്നെ ഒരു സംഭവം തന്നെയല്ല. ത്വരീക്കത്തുകളൊക്കെയും അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ. എങ്ങനെയുണ്ട് സഹോദരന്മാരെ? ഇതൊക്കെ നിങ്ങൾ പച്ചയായിട്ട് കേൾക്കല്ലേ. കള്ളത്തൊരീക്കത്ത് എന്ന് പറഞ്ഞൊരു ത്വരീക്കത്ത് തന്നെയല്ല. ത്വരീക്കത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെന്നെത്തുന്നതല്ലേ. അപ്പോൾ കള്ളത്തൊരീക്കത്ത് തന്നെ ത്വരീക്കത്തില്ല. ഇതാദ്യം പറഞ്ഞതാട്ടോ. കള്ളത്തൊരീക്കത്ത് എന്ന് പറഞ്ഞൊരു ത്വരീക്കത്ത് തന്നെ ഇല്ല എന്ന് ഇതൊക്കെ ആദ്യം പറഞ്ഞതാണ്. എല്ലാ ത്വരീക്കത്തുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെന്നെത്തുന്നതല്ലേ എന്ന് ഇതാദ്യം പറഞ്ഞതാണ്. അതിനുശേഷമാണ് ജിഫ്രി തങ്ങൾ പാപ്പ അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ AP ഭാഗത്ത് അവിടെ നിൽക്കട്ടെ, മറ്റുള്ള ആൾക്കാർ ഒരുപാട് ആളുകൾ പറഞ്ഞു കള്ളത്വരീക്കത്തിൻ്റെ ആളുകൾ, കള്ള ഷെയ്ഖന്മാർ എന്നൊക്കെ പറഞ്ഞ് ജിഫ്രി തങ്ങൾ പാപ്പക്ക് ശക്തമായി കൊണ്ട് പറഞ്ഞപ്പോൾ എന്നിട്ട് പിന്നപ്പോൾ പറയാം, ത്വരീക്കത്തിൻ്റെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് വരുന്നവരുണ്ട്, അതന്നല്ലേ ഞങ്ങളും പറയുന്നത്.
ഓന്തും കൂടി ഇവൻ്റെ മാതിരി ഇത്ര പെട്ടെന്ന് കൂട്ടരെ കളർ മാറും വെച്ച് തോന്നില്ല കേട്ടോ. ഒന്നും മാറൂല, എത്ര പെട്ടെന്നൊന്നും മാറൂല, മാറും സാവധാനം. ഇവൻ നൗഷാദ് അതിനേക്കാൾ ഉഷാറാ. ഓന്തിനെ കടത്തി വെട്ടിയവൻ നൗഷാദ്, ഓന്തിനെയും കടത്തി വെട്ടിയവനാണ്. ഓന്തിനെ തോൽപ്പിച്ചു പോയി. വല്ലാത്തൊരു കോള് കേട്ടോ. എന്നാ കേൾക്കണ്ട ഇവനൊക്കെ പിന്നെ ലീക്ക് വീരാൻ പറഞ്ഞ മാതിരി തേരണ്ടിവാല് അച്ചാറിൽ മുക്കി തലണം. തേരണ്ടിവാല് അച്ചാറിൽ മുക്കി തലേണ്ട സൈസ് സാധനം ഇവനാന്നിട്ട് ഔലിയാക്കന്മാരെ കഥയും പറഞ്ഞുകൊണ്ട് നടക്കണത്. ഔലിയാക്കന്മാർ മടവൂർ CM വലിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഉണ്ടെങ്കിൽ ഉള്ള കാലാണെങ്കിൽ ഉണ്ടല്ലോ, ഇവനൊന്നും പാഞ്ഞോടത്ത് കൂടി പുല്ല് മുളക്കൂല. ഇപ്പം പാഞ്ഞോടത്ത് കൂടി ഇവനും കോമാട്ടുചാലിൽ അബ്ദുള്ളയും കുഞ്ഞേമും സമതും പാഞ്ഞോടത്ത് കൂടി പിന്നെ പുല്ല് മുളക്കൂല. ആ ജാതി പാച്ചിലേക്കര തുണി മടക്കി കുത്തിപ്പായി പെരുമ്പാച്ചിലുമായി. ആ ചവിട്ട് കാൽപാദം തട്ടിയെടുത്ത് പിന്നെ പുല്ല് മുളക്കൂല, പുല്ല് വരെ പേടിച്ച് പോയി. കാരണം ആ ജാതി നോണല്ലേ പറയണത്. മടവൂരിൻ്റെ പേരിലൊക്കെ ഇങ്ങോട്ട് വെച്ച് കെട്ടണത് കേട്ടാ കരുതും അല്ലാഹുവേ. ഇതേമാതിരി തന്നെ ആയിരുന്നു ആദ്യം AP ഉസ്താദിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേൾക്കണം. AP ഉസ്താദ് ഓൻ കേട്ടിരുന്ന അത്രേ, ഞങ്ങൾ ആര് തകർക്കാൻ വന്നാലും ഞങ്ങൾ തകരുകയില്ല. ഭയങ്കര വീരവാദം മുഴക്കിയിരുന്നു സംഘടനയിലായിരുന്ന കാലഘട്ടത്തിൽ. അതൊന്ന് കേൾക്കാൻ വെക്കുക, ലാസ്റ്റ് വെച്ചിട്ട് ഒന്ന് കേട്ടു നോക്കുക. അതൊക്കെ പണ്ട് മുതലേ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എന്താ കേട്ടെന്നറിയോ, കാന്തപുരം പേരോടും തെറ്റാണ്, അങ്ങനെ കേട്ടിരുന്ന ഒരു കാലത്ത്. ആ ജാതി വിടലുകൾ എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. അത്തരം പറച്ചിലുകൾ അല്ലെങ്കിൽ ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പരാജയപ്പെടുത്താനോ താജുലുലമയുടെയും ശൈഖുന കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള ഈ സമൂഹത്തെ നോവിക്കാനോ നിങ്ങൾക്കാർക്കും സാധ്യമല്ല. ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങളെ ഇളക്കാൻ കഴിയുന്നവർ ഇന്ന് ലോകത്ത് ജീവിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ നിങ്ങളെ സംഘടന പോലെ ഞങ്ങളെ മനസ്സിലാക്കരുത്. ഇത് സെറ്റപ്പുള്ള സംഘടനയാണെന്ന് മനസ്സിലാക്കണം. കേട്ടില്ലേ? ഓതി പഠിച്ചിരുന്ന സമയത്ത് കേട്ടിരുന്നതിന് പേരോട് ഉസ്താദും AP ഉസ്താദും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സുഖമില്ലാന്ന് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയിരുന്നു. ഞങ്ങൾ സംഘടന സെറ്റപ്പ് ഉണ്ട്, ഞങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യം വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ ഇതുകൊണ്ട് പഴയ സ്ഥിരം സ്വഭാവമാണ്. നമ്മളെ പലതും കേട്ടിരുന്നു. നമ്മൾക്ക് ചെറിയതായിരുന്ന സമയത്ത് അവയിലത്ത് തങ്ങൾ പാപ്പിയും AP ഉസ്താദും തമ്മിൽ പ്രശ്നമാണ് എന്ന് വരെ പറഞ്ഞുണ്ടാക്കിയിരുന്നു. ലാസ്റ്റ് മർക്കസ് സമ്മേളനത്തിൽ പരസ്യമായിട്ട് അവയിലത്ത് തങ്ങൾ പറഞ്ഞു, ഞാൻ കാന്തപുരവും ഒരു പ്രശ്നവുമില്ല. അതേ വാക്കന്നെ കാന്തപുരം ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി തീർക്കഴിഞ്ഞാൽ മതിയെന്നു. നിങ്ങൾ പറഞ്ഞുകാണ്ട് ആക്കുക. ഇവൻ കേട്ടില്ല നിങ്ങൾ പറഞ്ഞ്. അപ്പം എന്താ അറിയോ, ഇവന് ഇന്നതൊന്നൊന്നുമില്ല. അപ്പം ഇവനെ ശരിക്ക് ഇവൻ എന്താന്ന് വെച്ചാൽ ഇവൻ എന്താണെന്നറിയോ, ഇവനെ പറ്റിയിട്ടൊരു മറുപടി പേരോട് ഉസ്താദിൻ്റെ ഒരു ഉദാഹരണം ഉണ്ട്. പേരോട് ഉസ്താദ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം ഈ നൗഷാദിന് ശരിക്ക് ഫിറ്റാവും. അതൊന്ന് കേട്ടാൽ അറിയാം. ഞാനിപ്പോ മിന്നാന്നോ കണ്ടു കാസർഗോഡ് ഇങ്ങനെ ട്രെയിന് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിനിങ് വന്നു. സുബ്ഹാനല്ലാ, ട്രെയിനിന്റെ എഞ്ചിനോട് മത്സരിച്ചോടാണ് കുറേ നായകൾ. ട്രെയിനിന്റെ എഞ്ചിനോട് മത്സരിച്ചോടാണ് നായകൾ, കുറേ നായകൾ. ഇപ്പോഴും ഇല്ലേ ചില ആളുകൾ ഒരു വിവരവും ഇല്ലാതെ വിവരമുള്ള ആളുകളൊക്കെ വിമർശിക്കാൻ വിചാരിച്ചിട്ട് പിന്നാലെ എഞ്ചിന്റെ കൂടെ ഓടുന്നതിലെ ആൾക്കാരില്ലേ, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ എഞ്ചിനുണ്ടോ ഇതിനും വല്ല വിലയും വെക്കുന്ന ഇതിങ്ങനെ ഓടുകയെന്നല്ലാതെ. അപ്പോൾ ഇരിക്കട്ടെ, അങ്ങനെ ഓടുകയാണ്, കേതച്ച് ഓടുകയാണ്. അവസാനം പിന്നെ പരാജയപ്പെടുമെന്ന് പറയേണ്ടിയില്ലല്ലോ. ഈ എഞ്ചിൻ പോയി നിൽക്കുന്നത് നിന്ന് വണ്ടി പോയി ചെയ്ത് ഇവകളൊക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ, എവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ. പിന്നെ വേറെ വണ്ടി അന്നേരം ഒന്ന് ഓടി നോക്കൂ, ഓടുകയെന്നല്ലാതെ. അതാണല്ലോ ഇമാം ശാഫിഈ റളിയല്ലാഹു പറഞ്ഞത്, അലൂ സഖത്ത വഖദ് ഖുസിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു അമാ തറൽ റുസുദതു ഖസാ വഹിയ സാമിതതുൻ വൽ കൽബു തുഖ്സാല അംബി വഹിയ നബാഹു. ആ ട്രെയിനിൻ്റെ ബാക്കിലൂടെ ആ പട്ടിയാളും നായ്ക്കളും ഓടിയ മാതിരിയുള്ള ഓട്ടം ഇങ്ങനെ ഓടും. നൗഷാദ് എവിടെ എത്തൂല. ആ ഓട്ടം നൗഷാദേ എൻ്റെ ആ ഓട്ടം ഉണ്ടല്ലോ, അതെവിടെ എത്തൂല. എത്താതിരിക്കാൻ കാരണം പഠിപ്പിച്ച മുഴുവൻ ആലിമീങ്ങളെയും ചീത്ത പറഞ്ഞ് അവരെ വേണ്ടാത്തത് പറഞ്ഞു എന്ന് മാത്രമല്ല, അത്ര വേദനിപ്പിച്ചു. അല്ലാഹു തആല വിടൂല കേട്ടോ, വിടൂല. മനസ്സിലാക്കിക്കോ.